ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം കൂടുന്നു തരത്തിലുള്ള വാർത്തകൾ നമ്മളെപ്പോഴും കാണുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ കുട്ടികളിലെ ആത്മഹത്യാ നിരക്കുകളും വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ പൊതുവായിട്ട് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഈ സംഘടനയെ അതായത് ഇപ്പം KSU, MSF, ASF തുടങ്ങിയ സംഘടന എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാം എന്നുള്ളൊരു തോന്നലിപ്പം ഉണ്ടായിട്ടുണ്ടോ? കുറച്ചും കൂടി ഫലം കിട്ടുക ആ സമയത്തായിരിക്കില്ലേ? പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞത് ഈ കുട്ടികൾക്ക് ആത്മഹത്യാ പ്രവണത നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഇന്റർവ്യൂ കാണുന്ന രക്ഷിതാക്കൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ എനിക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് ഒരു പനി വന്നാൽ അവർ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കൊണ്ടുപോകും. ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഏതാണ്? തൊട്ടടുത്തില്ലെങ്കിൽ എത്ര കിലോമീറ്റർ ആണെങ്കിലും കൊണ്ടുപോകും അല്ലേ? അപ്പം തന്നെ അല്ലെങ്കിൽ അടുത്തടുക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു പാരസെറ്റമോളെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അതേ കുട്ടി നമ്മൾ ഇന്നത്തെ രക്ഷിതാക്കളോട് എനിക്ക് ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ നമ്മുടെ രക്ഷിതാക്കളോ നമ്മുടെ അധ്യാപകരിൽ തന്നെ ചെറിയൊരു ശതമാനം, വലിയൊരു ശതമാനം ഞാൻ പറയുന്നില്ല, അങ്ങനെ ഇപ്പം മനസ്സിലാക്കി പെരുമാറുന്ന അധ്യാപകരുണ്ട്, ചെറിയൊരു ശതമാനമോ തയ്യാറാവുന്നുണ്ടോ എന്നത് വളരെ ആത്മപരിശോധനയായി മലയാളികൾ, ഞാൻ പറഞ്ഞത് കേരളത്തിലാണ് ഞാൻ പറഞ്ഞത്, മലയാളികൾ തയ്യാറാവേണ്ട കാര്യം. കാരണം മലയാളികൾ സാക്ഷരതയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവർ നമ്മളെല്ലാവരും. പക്ഷേ മെൻ്റൽ അല്ലെങ്കിൽ മാനസികമായ ഒരു സാക്ഷരത, മെൻ്റൽ ലിറ്ററസിയിൽ, ഒരു സൈക്കോളജിക്കൽ ലിറ്ററസിയിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഗൗരവമായി മലയാളികൾ ആത്മവിശ്വാസം, ഞാൻ ഉൾപ്പെടെയുള്ള, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ആത്മവിശ്വാസം. നമുക്ക് ട്രോമ അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസികമായൊരു പ്രയാസം എന്ന് പറയുന്നത് നമുക്ക് തമാശയാണ്. എത്രയോ ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നടന്നത്, ആ ആത്മഹത്യ ചെയ്യപ്പെട്ട ആള് കേൾക്കാൻ അവസാന നിമിഷം ഒരാളുണ്ടായിരുന്നെങ്കിൽ തടയാൻ കഴിയുമായിരുന്നു. അയാളുടെ പ്രയാസം മനസ്സിലാക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ തടയാൻ കഴിയുമായിരുന്നു. അയാൾ ഡിപ്രഷനാണെന്നോ അയാൾക്ക് മാനസിക പ്രയാസം ഉണ്ടെന്നോ പറഞ്ഞാൽ അതിന് പരിഹാരം കാണാൻ നമുക്ക് ഒരാളെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തടയാൻ കഴിയുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത് മഹാപരാധമല്ലാതെ എന്ന് മാറുന്നു ആണല്ലോ. അങ്ങനെയാണല്ലോ പ്രശ്നം. ഒരാൾ സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ അവൻ വട്ടനായി, അവൻ ഭ്രാന്തനായി. അതൊരു ചെറിയ പനിക്ക് ഫിസിഷ്യനെ കാണുന്നത് പോലെ ഉള്ളൂ എന്ന് നോർമലൈസേഷൻ എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ, അങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോഴേ നമ്മുടെ മെൻ്റൽ വെൽനെസ് വർദ്ധിക്കുന്ന. കാരണം കുട്ടികൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ വ്യത്യസ്തമാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാൻ വിദ്യാർത്ഥികളുമായി ധാരാളം ഇടപെടുന്ന ആളാണ്, ഇപ്പോഴത്തെ ജനറേഷനുമായി ധാരാളം സംസാരിക്കുന്നതാണ്. അവരുടെ ജീവിത രീതി, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വ്യത്യസ്തമാണ്. അവർക്ക് ഒരുപക്ഷെ മിണ്ടാൻ ആളില്ലാത്ത പ്രശ്നം. രക്ഷിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകും, രണ്ടുപേരും ജോലിക്ക് പോയാൽ വീട്ടിൽ ഒറ്റയ്ക്കാണ്. പിന്നെ ആരാണ് ആ കുട്ടിയുടെ കൂട്ട്? പിന്നെ ആ കുട്ടിയുടെ കൂട്ട് സ്വാഭാവികമായ ഫോണാണ്. ആ ഫോണിൽ ആ കുട്ടി എന്താണ് ആക്സസ് ചെയ്യുന്നത്? ആ കുട്ടി ആക്സസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എന്താ ആക്സസ് ചെയ്യുന്നത്? റീലായിരിക്കാം. റീൽ കാണുമ്പോൾ റീലിനകത്ത് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവാം. ആ ഇഷ്ടപ്പെടുന്ന ആളുമായി ചിലപ്പോൾ ഒരു പക്ഷേ ആ കുട്ടി കോൺവെർസേഷനിൽ ഏർപ്പെടാം. അങ്ങനെ കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായി അവർ തമ്മിൽ അടുപ്പത്തിലാവാം. അങ്ങനെ അടുപ്പത്തിലാവുമ്പോൾ എല്ലാ അടുപ്പങ്ങളും നന്നാവണമെന്നില്ല. അത് എവിടേക്കൊക്കെ ചെന്നെത്താം. നല്ല അടുപ്പങ്ങളുണ്ടാവും, നല്ല സൗഹൃദങ്ങളുണ്ടാവും, അത് ആ വഴിക്ക് അങ്ങനെയും പോകും. അപ്പോൾ നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവരോടുള്ള അപ്രോച്ചാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ മാറ്റം വരണം. അവരുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. ചിലപ്പോൾ കൗൺസിലർ വേണ്ടി വരില്ല, നല്ലൊരു കൂട്ടുകാരൻ മതി, ഒരു കൂട്ടുകാരി മതി, ഒന്ന് മനസ്സോർന്ന് സംസാരിച്ചാൽ മതി. സംസാരിച്ച് തീരാന്ന് പ്രശ്നമേ ഉള്ളൂ. ചിലപ്പോൾ ഒരുമിച്ച് പോയിട്ട് ഒരു ഷവർമയോ ഷവായോ കഴിച്ചാൽ മതി. അല്ലെ, ഇപ്പൊ ട്രെൻഡ് സൈലബാനാണല്ലോ, സൈലബാനിൽ പോയിട്ട് ചോക്ലേറ്റ് ബോംബ് കഴിച്ചാൽ മതി, ആ തീരാന്ന് പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ശിവപ്രസാദിന് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പറയുന്ന അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടോ? ഞാൻ അങ്ങനെ ഓപ്പണായി സംസാരിക്കുന്ന ഒരാളല്ല. ഇൻട്രോവേർട്ട്, അതായത് നമ്മുടെ ഇത്രയും സംസാരിക്കുന്ന എന്നെ അറിയാവുന്നവർ നിങ്ങൾ ഇത് ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ ഓടിക്കും. ഞാനങ്ങനെ പേഴ്സണലായി അങ്ങനെ ഒരുപാട് ഓപ്പൺ മൈൻഡഡ് ആയി സംസാരിക്കുന്ന ഒരാളല്ല. അങ്ങനെ അടുത്ത സുഹൃത്തുക്കളൊന്നുമില്ലേ? ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ സംസാരിക്കും. പക്ഷെ അങ്ങനെ എപ്പോഴും നിരന്തരമായി ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ളതായി എനിക്ക് തോന്നുന്നില്ല.